സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ എന്ന കൺസെപ്റ്റ് അത് തുടങ്ങിയത് 2004 ആയുർവേദ ക്ലിനിക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ഈ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ, അതായത് ചെയിൻ ഓഫ് ക്ലിനിക്സും ഹോസ്പിറ്റലും തുടങ്ങിയത് AVA ചോലയിൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. AVA ചോലയിൽ വർഷങ്ങളായി ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ആയുർവേദ രംഗത്ത് ചെയ്യുന്ന പ്രവൃത്തി അത് പൂർണ്ണമായും ആയുർവേദ രംഗത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കണം എന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ആരോഗ്യരംഗത്ത് തന്നെയാണ് അതിന് പൂർണ്ണമായും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് ഉള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ സഞ്ജീവനം എന്നുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ടു വരുന്നത്. ആയുർവേദത്തിൻ്റെ ഏറ്റവും അന്തഃശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ. ചികിത്സകളെന്ന് പറയാൻ പറ്റില്ല, 2 തരത്തിലാണ് ആയുർവേദം ശാസ്ത്രം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്വസ്ഥവൃത്തം എന്നുള്ള ഒരു കൺസെപ്റ്റിലും, രണ്ടാമത് ആതുരവൃത്തം എന്ന കൺസെപ്റ്റിലും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് തുലനം ചെയ്യാവുന്ന ഒരു ചികിത്സാ വിഭാഗം എന്ന് പറഞ്ഞാൽ വെൽനസ് ചികിത്സ എന്ന് പറയാവുന്ന ഒരു കാര്യം. അത് ഒരിക്കലും ഒരു സുഖചികിത്സ എന്നതിലുപരി ആ വെൽനസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളുടെ ഹെൽത്തിലേക്കുള്ള വെൽനസ്സിലാണ്. വെറുതെ പോയി എന്തെങ്കിലും ചെയ്യുക എന്നതിൽ നിന്ന് മാറ്റി നിർത്തി എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മളുടെ ജീവിത രീതി, അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, അത് മാറ്റാനുള്ള പ്രതിവിധികൾ എന്നുള്ളതിനെ പൂർണ്ണമായും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ചികിത്സാവിധിയോ ജീവിതക്രമമോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു ചികിത്സാ വിഭാവനം ചെയ്ത് അതാത് രോഗികൾക്ക്, ആവശ്യമുള്ള രോഗികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു ചികിത്സാ പദ്ധതി തന്നെയാണ് സഞ്ജീവനം ആവിഷ്കരിച്ചിട്ടുള്ളത്. We got about right now 70 functional beds. We can go up to 100 functional beds. Bed strength നോക്കുമ്പോൾ 100 ഉണ്ട്. And we have got the top, at least 5-star rating rooms which are air conditioned with the best in the facility. We got treatment rooms. We got about 27 treatment rooms per se, which are again individual rooms tailored for the patient. In each separate floor has got treatment room, so the patient doesn't have to go to the next floor or to the ground floor for a treatment. He is completely secure in his room, and then he can go for his treatment in the same corridor, come back to his room. Treatment rooms are well equipped. They can have their regular abhyangam plus followed by the Shirodhara which is there. Then they can have the steam bath and their bath, hot water bath, and they come out. After finishing everything in one room, in one go in the treatment room, they can walk back to their concerned rooms, and then of course they can go for yoga. Natural is there. We got a good restaurant. We got a good physiotherapy department, a trained physiotherapist who again we are incorporating physiotherapy also into Ayurveda. Wherein we got a laser, we got IFT, we got ultrasound, shortwave diathermy, we got tents. We got physiotherapy, exercise equipments, we got a good gym. So these are all added points which we can project in addition, which is not there in a usual Ayurveda setup where it is only basically treatment is based only on Ayurveda column. തിരുമ്പലും അങ്ങനത്തെതൊക്കെയാണ് ബേസിക് ആയുർവേദ. നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുന്നു. വി ആർ ജസ്റ്റ് ഇൻകോർപ്പറേറ്റിംഗ് ദിസ് ഓൾസോ ഇൻ ടു ദാറ്റ്, വിച്ച് ഇസ് എ ബ്ലെൻഡ് ഓഫ് ദ ഗുഡ് വാട്ട് ഈസ് ദെയർ ഇൻ അലോപ്പതി ഓർ വാട്ട് ഈസ് ദെയർ ഇൻ ദി മോഡേൺ സയൻസ്, blending it into traditional Ayurveda. ആയുർവേദത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ
നമ്മുടെ ശാരീരികവും മാനസികവും അതുപോലെ നമ്മുടെ എക്സ്റ്റേണലി ഉള്ള ഒരു അപ്പിയറൻസും എല്ലാം കൂടി നമ്മളൊന്ന് ഹെൽത്തി ആയാൽ മാത്രമാണ് ഒരാൾ ഹെൽത്തി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ശാരീരികമായിട്ട് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ പോലും എക്സ്റ്റേണലി നമ്മുടെ ഒരു ലുക്ക് വൈസ് നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ഇന്നർ കോൺഫിഡൻസ് ഒരിക്കലും അത് കോൺഫിഡൻറ്റ് ഇനഫ് ആകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു അപ്പിയറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ സഞ്ജീവന ആയുർവേദ ഹോസ്പിറ്റലിൽ ഹെയർ ആൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയയായിട്ട് തന്നെ അതിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു ക്ലിനിക്കായിട്ട് ഹെയർ ആൻഡ് ഫേസ് ക്ലിനിക് അല്ലെങ്കിൽ ഹെയർ ആൻഡ് ഫേസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. We got a good theatre also. Ayurveda we got a sterile theatre which has all the facilities which is needed in a modern theatre, modern OT. We got laminar flow, we got sterile theatre, sterile equipment, sterilizers, which are there in any modern hospital. So we see, even though it's an Ayurveda setup, we see to it that we have a good setup which is completely sterile, where we can they do some fistula and fissure, they do some dressings, they do piles treatment. So these things and all that they do. Ayurveda kuch cheyyunnundu. Then let them do it in a sterile environment. Whatever little they do, they should do it according to scientific principles. നമ്മളിപ്പം മോഡേൺ പറയുവാണെങ്കിൽ അതിൻ്റെ എഫിക്കസി, സ്റ്റെബിലിറ്റി, സേഫ്റ്റി, അതിൻ്റെ പാലറ്റബിലിറ്റി, ഈ ഒരു 4 പ്രധാന കാരണങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നമ്മൾ സേഫ്റ്റി മെത്തേഡിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പേഷ്യൻസിനും അത് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഡോസേജ് കൊടുത്താൽ മാത്രമേ ആ പേഷ്യൻറ്റിന് അത് കറക്റ്റായിട്ട് അത് എഫിക്കസി ഉണ്ടാകത്തുള്ളൂ, അതിനുള്ള പ്രയോജനവും പേഷ്യൻ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഒരു നിർമ്മാണ രീതി ഉണ്ടാക്കിയിരിക്കുന്നതും ഓരോ പേഷ്യൻസിൻ്റെ അഗ്നിബലം അനുസരിച്ചും ശരീരപ്രകൃതി അനുസരിച്ചും ദോഷബലം അനുസരിച്ചും ഓരോ കാറ്റഗറൈസസ് ഒരു ടൈലർ മെയ്ഡ് എന്ന് പറയുന്ന പോലെ ഓരോ പേഷ്യൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകളുടെ നിർമ്മാണമാണ് നമ്മളിവിടെ സഞ്ജീവനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സഞ്ജീവന ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ഗൈനക്കോളജി അല്ലെങ്കിൽ ആയുർവേദ ഒബ്സ്ട്രക്റ്റിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കലായിട്ട് തന്നെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒബ്സ്ട്രക്റ്റിക്കലായിട്ടുള്ള കണ്ടീഷൻസിൽ 1st മന്ത് തൊട്ട് 9th മന്ത് വരെയുള്ള പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രഗ്നൻസി കെയർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ യോഗയും നാച്ചുറൽ ഡയറ്റും അതെല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഗർഭസംസ്കാരം എന്ന് പറഞ്ഞിട്ട് 1st month to 9th month ഓഫ് പ്രഗ്നൻസി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് ഡെലിവറി കെയർ അല്ലെങ്കിൽ പ്രസവ രക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പോസ്റ്റ് നേറ്റൽ കെയർ പ്രോഗ്രാമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഴ്സണലി കൺസൾട്ട് ചെയ്തിട്ട് 7 or 14 or 21 days അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പേഷ്യൻറ്റ് അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. Good hospitals. I want any Arabic from UAE and the GCC come here. That is the hospital. Good hospital يعني. الحمد لله. من أحسن المستشفيات أشوف عندنا هذا فيها الأعصاب، فيها علاج الأعصاب، فيها علاج الحمد لله. حتى جبنا واحد من الجماعة أخوي وجبنا على المستشفى هذا والآن صار الأسبوع في تحسن أكثر من أول. في تحسن أكثر من أول. إن شاء الله بإذن الله العلاج متوفر عندهم وكل شيء متوفر عندهم، ما في إلا أي واحد يقدر يجي يعني الحمد لله.
كل شيء تمام. وبالنسبة للسكن the accommodation good accommodation and the good service. റെസ്റ്റോറൻറ്റ് പേഷ്യൻസ് ആയിട്ട് വരുന്നവർക്ക് ഡോക്ടർ അനിൽ കൈമൽ ചീഫ് ഫിസിഷ്യൻ അങ്ങോട്ട് പറയുന്ന ഡയറ്റാണ് കൊടുക്കുന്നത്. വി ഹാവ് എ ഡയറ്റീഷ്യൻ ഹിയർ. ഷീ ഓൾസോ കമ്പൈൻസ് യൂസ് ഹെർ ഇൻപുട്സ്. സോ ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ പേഷ്യൻറ്റ് ഫോർ ദ condition which he comes for. So depends maybe for obesity treatment, for hypertension, or for gout, or for cardiovascular disease. അപ്പോൾ അങ്ങോട്ടുള്ള രോഗത്തിനുള്ള ഡയറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ദ ഡോക്ടർ വിത്ത് ദ ഇൻപുട്ട് ഓഫ് ദ ഡയറ്റീഷ്യൻ. അപ്പോൾ അതേ കൊടുക്കുന്നുള്ളൂ. ഇറ്റ്സ് ബേസിക്കലി വെജിറ്റേറിയൻ ഫോർ ദ പേഷ്യൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ടൈലേർഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. കൂടെ വരുന്ന ആൾക്കാർക്ക് there is no inhibitions. They can come to our restaurant. We got two restaurants. One is a vegetarian restaurant. In the 5th floor, we got a non-vegetarian restaurant called Melam, which caters to non-vegetarian food also. We got about 8 doctors in Noida, including me. 8 പേരുണ്ട്. Other people are all Ayurveda doctors with postgraduate qualification in their respective fields. And they're all well-trained doctors who had, Anil Kaimal has got experience of about 20 years for the work ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും they all gone through the interview. We have screened them, multiple interview sessions. They're all qualified Ayurvedic doctors. In our skilലിനെ പറ്റി we have already done for 3 different sets of interviews. അതൊക്കെ കഴിഞ്ഞിട്ടാണ് there is a lot of screening only they are coming here and they're all good in their work. അതിലൊന്നും credibility there are no issues here. And we have taken staff from Chennai. We got centers in Chennai. Our therapists, most of them are coming from Chennai. We've already been trained there in addition to whatever basic training they have had after their schooling. Our own trained staff. So credibility issues are not there. It might be a little costly, but we maintain our standards. That is part of the package. Your health is in our hands. So we try to change their lifestyle modification. Lifestyle മാറ്റണം. Most of them come here with these lifestyle diseases. അവരുടെ ലൈഫ്സ്റ്റൈൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാം. അതിനൊരു ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഐ വുഡ് സ്ട്രെസ് ഓൺ എഡ്യൂക്കേഷൻ റാദർ ദാൻ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം ബട്ട് ദാറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഓൺ. നമ്മൾ അത് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, ഇത് ചെയ്യണം, വ്യായാമം ചെയ്യണം, എക്സസൈസ് ചെയ്യണം, you should have certain restrictions that carries throughout life. It is not just people think you come here once in a year, ഒരു കൊല്ലത്തിൽ വന്നിട്ട് സർവീസ് ചെയ്തിട്ട് കാർ സർവീസ് ചെയ്യണം പോലെ സർവീസ് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് back into the same situation. It doesn't work out. That mindset should go. We are bringing people here to treatment where certain principles are told. Education is, we are educating them on how to eat, what to eat, what are the exercises to be done, what are the things you should avoid, what are the things you should go against. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് then they should follow those principles. അതല്ലാണ്ട് it's not going to work. Whatever treatment is being done, it applies anyway. It's just common sense. ഇത് ആയുർവേദം അലോപ്പതി അങ്ങനെയൊന്നും there's no segregation. Lifestyle modification is to be continued throughout life. It is not just a holiday. You come here for 10 days package, you have the treatment, enjoy the treatment and then go back. You go back to the same situation. And it doesn't work out. So I think let me be clear about that. We don't have any magic in any medicine for that matter. Allopathy, Unani, whatever. There's no magic in medicine. It's all science. And science, you should follow the principles. Follow what the doctor advises you. So that is more important than, education is more important than the treatment part.